വെൽക്കം ടു സൈലം ലേണിംഗ്. അനുജമിസ് ആണ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലെ. അപ്പൊ എല്ലാ മക്കളും അലോങ് വിത്ത് മോഷൻ, ചലനത്തിനൊപ്പം എന്ന് പറയുന്ന പാഠഭാഗം ഫുൾ ആയിട്ട് സെറ്റ് ആക്കിയിരിക്കുകയാണ്. ആ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോഷനെ പറ്റിയും ഫോഴ്സും മോഷനും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയും അതുപോലെ തന്നെ ഗിയർ അല്ലെങ്കിൽ പൽചക്രത്തിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ മെഷീൻസിൽ ആ ഓരോ മെഷീൻസിന്റെ ഓരോ പാർട്ടിലും നടക്കുന്നത് ഏത് വിധത്തിലുള്ള ചലനമാണ് എന്നടക്കം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏത് കൊല്ലത്തെ പരീക്ഷാ പേപ്പർ നിങ്ങൾ എടുത്താലും ഈ ടൈപ്പ് ഓഫ് മോഷൻ അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ചലനത്തെ പറ്റി എങ്ങനെയെങ്കിലും ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഷുവർ ആണ്. ചിലപ്പോൾ അതെന്താണ് ടാബുലേറ്റ് ചെയ്യാനായിരിക്കും, ചിലപ്പോൾ എന്താണ് മാച്ച് ദ ഫോളോവിങ് ആയിരിക്കും, ചിലപ്പോൾ ഫിഗർ തന്നിട്ട് അത് ഏത് തരത്തിലുള്ള ചലനമാണ് എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് എന്ത് ക്ലിയർ ആക്കി വെച്ചിരിക്കണം, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോഷൻ എന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പൊ നമ്മളതാ ഓരോ ഫിഗർ നോക്കിയിട്ട് ഓരോ വസ്തുവിന്റെ ചലനം എങ്ങനെയാണ്, അത്തരത്തിലുള്ള ചലനത്തിന് എന്താണ് പറയുന്നത് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. അപ്പൊ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇന്നത്തെ ഈ ഒരു ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനോട് അയച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ, നിങ്ങൾക്ക് ഇവിടെ 3 ചിത്രങ്ങൾ കാണുന്നുണ്ട്. ഈ ചിത്രം മാത്രമല്ല പിന്നെയും ചിത്രങ്ങളുണ്ട്. നമുക്ക് ഏറ്റവും ആദ്യം ഈ ഒരു 3 ചിത്രങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ നോക്കാം അല്ലെ. അപ്പൊ ഒന്നാമത്തെ ചിത്രം നോക്കിയേ, ഫസ്റ്റ് ചിത്രത്തിൽ നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്? യെസ്, ഇവിടെ ഒരു മാങ്ങ നിങ്ങൾ കാണുന്നുണ്ട്. ഈ മാങ്ങ താഴോട്ട് വീഴുന്നതായിട്ടാണ് നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്. അതായത് ഈ മാങ്ങ എങ്ങനെയാണ് താഴേക്ക് വീഴുന്നത്? നേർരേഖയിലാണ്, അതായത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ഇവിടെ മാങ്ങയ്ക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ വളഞ്ഞായിട്ടാണോ സഞ്ചരിക്കുന്നത്? അല്ല, സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? മാങ്ങയുടെ ചലനം സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇത്തരത്തില് നേർരേഖയിലുള്ള ചലനം അല്ലെങ്കിൽ മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, ഇങ്ങനെയുള്ള ചലനത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ ലീനിയർ മോഷൻ അല്ലെങ്കിൽ നേർരേഖാ ചലനം എന്ന് പറയുന്നത്. എന്താണ് ലീനിയർ മോഷൻ അല്ലെങ്കിൽ നേർരേഖാ ചലനം? അപ്പൊ ലീനിയർ മോഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? നേർരേഖയിലൂടെ പോകുന്ന ആ വസ്തുവിന്റെ ചലനമാണ്, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന ആ ഒരു മോഷനാണ് നമ്മുടെ ലീനിയർ മോഷൻ അല്ലെങ്കിൽ നേർരേഖാ ചലനം. ഇനി അടുത്തത് നോക്കിക്കേ, അടുത്തത് എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്? ഒരു പമ്പരമാണ് അല്ലേ. ഈ പമ്പരത്തിന്റെ പ്രത്യേകത എന്താണ്? അതിനൊരു സ്വന്തമായിട്ടൊരു അക്ഷമുണ്ട് അല്ലെ, അതിന് മാത്രമായിട്ടൊരു ആക്സസ് ഉണ്ട്. ഈ ആക്സസിന് ചുറ്റുമാണ് എന്ത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ആക്സസിന്റെ ബേസിലാണ് നമ്മുടെ പമ്പരം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം സ്വന്തം അക്ഷത്തെ ആധാരമാക്കി അല്ലെങ്കിൽ അതിന്റെ തന്നെയുള്ള ആക്സസിനെ ആധാരമാക്കിയിട്ട് ഒരു വസ്തുവിന് ചലനം സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ വസ്തു റൊട്ടേഷണൽ മോഷനിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഈ ഒരു ടൈപ്പ് ഓഫ് മോഷൻ ആണ് റൊട്ടേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഭ്രമണം എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമി, നമ്മുടെ എർത്തിന്റെ ഒരു പ്രത്യേകതയാണ്. എർത്തിന് എന്താണ്? സ്വയം കറങ്ങാനുള്ള ഒരു കഴിവുണ്ട് ഇല്ലേ. അതിന്റെ ആക്സിസിൽ സ്വയം ഇങ്ങനെ സെൽഫായിട്ട് ഇങ്ങനെ സ്പിൻ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ അവിടെയും എന്താ സംഭവിക്കുന്നത്? ഭൂമി റൊട്ടേഷൻ നടത്തി എന്നാ പറയുന്നത്, അല്ലെങ്കിൽ ഭൂമി റൊട്ടേറ്റ് ചെയ്തു എന്നാ പറയുന്നത്, ഭൂമിക്ക് ഭ്രമണം സംഭവിച്ചു എന്നാ പറയുന്നത്. അപ്പൊ ഭൂമി ഇങ്ങനെ സ്വയം കറങ്ങുന്നതിനെയാണ് നമ്മൾ അതിന്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന പമ്പരം എന്താണ്? അതിന്റെ സ്വന്തം അക്ഷത്തെ ആധാരമാക്കി ഇങ്ങനെ കറങ്ങുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചലനത്തിനെയാണ് നമ്മൾ റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചിത്രം നോക്കിക്കേ. അടുത്ത ചിത്രത്തിൽ എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ഒരു കല്ല് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഈ കല്ലിന് എങ്ങനെയുള്ള ചലനമാണ് സംഭവിക്കുന്നത്? മിസ് ഇതാണ്ട് ഒരു പാത്ത് വരയ്ക്കാം. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ആദ്യം ഈ കല്ല് ഇവിടെ കാണും, പിന്നെ ഇവിടെ കാണും, പിന്നെ ഇവിടെ കാണും, ഇവിടെ കാണും. അതായത് ഇവിടുത്തെ കല്ലിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? എലോങ് എ സർക്കുലർ പാത്ത്, അതായത് ഒരു വൃത്തപാതയിലൂടെയാണ് നമുക്ക് ഇവിടെ കല്ലിന്റെ ചലനം സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചലനത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ വർത്തുള ചലനം എന്ന് പറയുന്നത്. എന്താണ്? വർത്തുള ചലനം അല്ലെങ്കിൽ സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വൃത്തപാതയിലാണ് ചലനം സംഭവിക്കുന്നതെങ്കിൽ അത് വർത്തുള ചലനം, നേർരേഖയിലാണ് ചലനം സംഭവിക്കുന്നെങ്കിൽ അത് ലീനിയർ മോഷൻ അല്ലെങ്കിൽ നേർരേഖാ ചലനം, സ്വന്തം അക്ഷത്തെ ആധാരമാക്കിയിട്ടാണെങ്കിൽ അത് റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണമാണ്. ഇനി അടുത്ത ഒരു ചിത്രം നോക്കാം. ഈ ഒരു ചിത്രം നോക്കിക്കേ മക്കള്. ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? ഏറ്റവും ആദ്യം നമ്മുടെ വിളക്കിന്റെ ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് മിസ് ഇപ്പം വരച്ച ആ ഒരു ഭാഗത്താണ്. അതായത് ഇതാണ് ഇതിന്റെ മീൻ പൊസിഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. എന്താണ് മീൻ പൊസിഷൻ അല്ലെങ്കിൽ അതിന്റെ തുലന സ്ഥാനം? അപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം, അതിന്റെ ആ ഒരു തുലന സ്ഥാനത്ത് നിന്നും ആദ്യം ഇങ്ങോട്ടേക്ക് ചലിക്കും,
പിന്നെ ഇതാ ഇങ്ങോട്ടേക്ക് ചലിക്കും, പിന്നെ ഇങ്ങോട്ടേക്ക് ചലിക്കും, പിന്നെ ഇങ്ങോട്ടേക്ക് ചലിക്കും. അതായത് ആ ഒരു വസ്തുവിന്റെ തുലന സ്ഥാനം അല്ലെങ്കിൽ അതിന്റെ മെയിൻ പൊസിഷനിൽ നിന്നും ഇരുവശത്തേക്കുമുള്ള ചലനമാണ് നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ചലനത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ ഓസിലേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനം എന്ന് നമ്മൾ പറയുന്നത്? ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനം. ഇനി നിങ്ങൾ അടുത്ത ചിത്രം നോക്കിക്കോളൂ. അടുത്ത ചിത്രം നോക്കിക്കോളൂ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുറച്ച് ഡോട്ട് വരയ്ക്കാം. ഈ ഒരു ഭാഗത്തായിരിക്കും ഏറ്റവും ആദ്യം നമ്മൾ ഈ ഒരു റബ്ബർ ബാൻഡ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറയാം നമ്മുടെ റബ്ബർ ബാൻഡ് ഏറ്റവും ആദ്യം ഇങ്ങനെയായിരിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ മീൻ പൊസിഷൻ, അതായത് ഏറ്റവും ആദ്യം അനങ്ങാതെ നിന്ന പൊസിഷൻ, അതാണ് നമ്മുടെ മീൻ പൊസിഷൻ അല്ലെങ്കിൽ തുലന സ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം നമ്മുടെ റബ്ബർ ബാൻഡ് ഏറ്റവും ആദ്യം ഇങ്ങനെയായിരിക്കും നിൽക്കുന്നത്. പിന്നീട് നമ്മൾ എന്താണ് ഒന്ന് ജസ്റ്റ് ഒന്ന് താത്തിയിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് വിടുമ്പോഴാണ് നമ്മൾ റബ്ബർ ബാൻഡ് എന്ത് സംഭവിക്കുന്നത്? ആദ്യം ഇങ്ങോട്ടേക്ക് പോകും, പിന്നെ എന്താണ് മുകളിലേക്ക് പോകും, പിന്നെ വീണ്ടും താഴേക്ക് പോകും, പിന്നെ ഇതാ വീണ്ടും മുകളിലേക്ക് പോകും. ഇങ്ങനെ ഒരു ഇരുവശത്തേക്കുമുള്ള ചലനം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇവിടെയും എങ്ങനെയാണ് ഈ ഒരു റബ്ബർ ബാൻഡിന് ചലനം സംഭവിച്ചത്? അതിന്റെ മീൻ പൊസിഷൻ അല്ലെങ്കിൽ അതിന്റെ തുലന സ്ഥാനത്തെ ആധാരമാക്കി ഇരുവശങ്ങളിലേക്കുമാണ് അല്ലെ, മുകളിലേക്കും ഉണ്ട് താഴേക്കും ഉണ്ട്, രണ്ട് വശങ്ങളിലേക്കുമാണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനം എന്ന് നമുക്ക് പറയാൻ പറ്റിയത്. പക്ഷെ ഈ രണ്ട് ചിത്രങ്ങളും കൂടി നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫിഗറിൽ നമുക്ക് എണ്ണാൻ പറ്റും അല്ലെ, എത്ര ഓസിലേഷൻ അവിടെ സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അവിടെ എത്ര ഓസിലേഷൻ എണ്ണാം എന്ന് നമുക്ക് സാധിക്കില്ല. അതിന്റെ അർത്ഥം എന്താണ്? അത് ഫാസ്റ്റ് ആയിട്ടാണ് ഇവിടെ ഓസിലേഷൻ നടക്കുന്നത്, ദ്രുതഗതിയിലാണ് ഇവിടെ ദോലനം സംഭവിക്കുന്നത്. ഇങ്ങനെ ദ്രുതഗതിയിലുള്ള ഓസിലേഷനെ അല്ലെങ്കിൽ ദ്രുതഗതിയിലുള്ള ദോലനത്തിനെ അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ള ഓസിലേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ വൈബ്രേഷൻ അല്ലെങ്കിൽ കമ്പനം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, 5 തരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓരോന്നും വ്യക്തമായിട്ട് അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് അടക്കം മിസ് ഇപ്പം പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ആദ്യം നമ്മൾ എന്താ നേർരേഖാ ചലനം അല്ലെങ്കിൽ ലീനിയർ മോഷൻ. ലീനിയർ മോഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ നേർരേഖയിലൂടെയാണ് എന്നാണ് ഓർത്തിരിക്കേണ്ടത്. ഇനി അടുത്തതാണ് ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ. അവിടെ നിങ്ങൾ എന്താണ് ഓർത്തിരിക്കേണ്ടത്? ഇറ്റ്സ് ഓൺ ആക്സിസ് അല്ലെങ്കിൽ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇനി അടുത്തത് എന്തായിരുന്നു മക്കളെ? അടുത്തതാണ് നമ്മുടെ വർത്തുള ചലനം അല്ലെങ്കിൽ സർക്കുലാർ മോഷൻ. അവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് എന്താണ്? സർക്കുലാർ പാത്ത്, അതായത് വൃത്താകൃതിയിലുള്ള പാതയിലൂടെയാണ് ചലനം. ഇനി അടുത്തതാണ് നമ്മുടെ ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ. ഓസിലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ഓർത്തിരിക്കണം? ഒരു തുലന സ്ഥാനത്തെ അടിസ്ഥാനമാക്കി രണ്ട് വശങ്ങളിലേക്കുമാണ്, അതായത് ഒരു ഈ പൊസിഷനെ ആധാരമാക്കി രണ്ട് വശങ്ങളിലേക്കുമാണ്. ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മൾ പഠിച്ചതാണ് കമ്പനം അല്ലെങ്കിൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്. വൈബ്രേഷൻ എന്ന് പറയുന്നത് ഒരു തരത്തിൽ ദോലനം തന്നെയാണ്, പക്ഷെ അതിനെന്താണ് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് അവിടെ ദോലനം നടക്കുന്നത്. അപ്പൊ നമ്മൾ കുറേ കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു പോർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോഷൻ ഈസി ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഫുൾ സെറ്റാക്കി പഠിക്കുക. ഇനി ഓണപരീക്ഷ കഴിഞ്ഞു, ക്രിസ്മസ് പരീക്ഷയാണ് വരാൻ പോകുന്നത്. അപ്പൊ അതിന് നമുക്ക് എല്ലാവർക്കും നല്ല മാർക്ക് വേണം. അതിന് നമ്മൾ ഇപ്പോഴേ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.